പ്രവീൺ സംവിധാനം ചെയ്തൊരു സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോയപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു രമേശ്. അങ്ങനെയാണ് രമേശിനെ പരിചയപ്പെടുന്നത്. അന്ന് മുതലുള്ളൊരു വളരെ നല്ല സൗഹൃദമാണ്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഒരുപാട് കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് 40-ലെ പ്രണയം എന്തായാലും കാണണം എന്ന് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇതിൻ്റെ ടൈറ്റിൽ കണ്ടപ്പോൾ. കാരണം എനിക്ക് 40 വയസ്സായിട്ടില്ലല്ലോ. അപ്പോൾ എന്താണ് ഈ 40 വയസ്സത്തെ പ്രണയം എന്ന് നമുക്കറിയില്ല. ഞാൻ ശരിക്കും 43-ാമത്തെ വയസ്സിൽ പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. അതെ, സത്യം കിട്ടും. അപ്പോൾ ഞാൻ പ്രണയിച്ചതുപോലെയാണോ ഇതിലെ പ്രണയമെന്നും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇതിൻ്റെ അണിയറയിലും മുന്നിലും ഒക്കെ പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി നമസ്കാരം. ഇപ്പോൾ പാട്ട് കേട്ടതിൻ്റെയും ട്രെയിലറും ടീസറൊക്കെ കണ്ടതിൻ്റെയും ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. വളരെ ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടിയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ ആണ് ഈ സിനിമ. അതായത് ഒരു മൊത്തത്തിലുള്ള വലിയ സ്റ്റാർ കാസ്റ്റൊന്നും ഇല്ലാതെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള കാസ്റ്റിംഗ് നടത്തി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സിനിമ ചെറുതും വലുതും എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ പ്രേക്ഷകരാണ്. സിനിമയുടെ മുതൽ മുടക്കല്ല. എത്ര മുതൽ മുടക്കിയാലും ഒരു മോശം സിനിമ എന്ന് പറയാം, അല്ലെങ്കിൽ നല്ല സിനിമ എന്ന് പറയാം. പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഇതൊരു വളരെ വലിയ സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു.